അപ്പോൾ അടുത്തൊരു സീൻ തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ അലീനയും ആ റൂമിൽ ലിവിങ് റൂമിൽ വന്ന് നിൽപ്പുണ്ട്. ഒരു ടെൻസ്ഫുള്ളായിട്ടുള്ള മ്യൂസിക്കാണ് ബാക്കിൽ കേൾക്കുന്നത്. അപ്പം ഇവർ രണ്ടുപേരും മുഖാമുഖം നോക്കുന്നുണ്ട്, ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് കടന്നു വരുന്നുണ്ട്. അപ്പം ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ പുള്ളി ചോദിക്കുന്നുണ്ട്, ആ പിണക്കം മാറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കാര്യങ്ങൾ കുറച്ച് ഈസി ആയിരിക്കും എന്ന്, പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്നിപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പുള്ളി പറയുകയാണ്. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പുള്ളി പറയുകയാണ്. ആദ്യം തമ്മിൽ കാണുമ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരത്തേക്ക് അതങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല, അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന്, അതിൻ്റെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞ് സ്റ്റാൻലിനെ കൺവിൻസ് ചെയ്യുകയാണ്. ഇപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ഒരു ഫിലോസഫി ആയിട്ട് പുള്ളി പറയുകയാണ്, അങ്ങനെയാണ് ചില റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ഒരിതുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി ചേരാൻ അല്ലെങ്കിൽ അത് വീണ്ടും അടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്, നമ്മൾ കരുതുന്നത്ര ഈസി ആയിരിക്കത്തില്ല എന്നിങ്ങനെ പുള്ളി പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറയാണ്, ഞാൻ കുറച്ച് നാൾ ആർമിയിലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ആരോടും ഒരു സ്ട്രേഞ്ചറിനോട് എനിക്ക് പെട്ടെന്നൊരു ഇൻറ്റിമസി ഒന്നും വരില്ല. അപ്പച്ച പറയും ഞാനൊരു മോശടൻ അല്ല, ഞാനൊരു മുരടനായിട്ടുള്ള ആളാണെന്ന്. ഒരു പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും, കാരണം അപ്പച്ചൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവള് കുറച്ച് ഇമോഷണലാണ്, സ്നേഹമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഇവള് വേഗം തന്നെ തിരിച്ചറിയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയാണ്, സ്നേഹം പുറമേ കാണിച്ചാൽ പോരാ, അതുള്ളിൽ വേണം എന്നിങ്ങനെ ബാലേന്ദ്രൻ സ്റ്റാൻലി ജോസഫിനോട് പറയുകയാണ്. അപ്പോൾ പുള്ളി പറയാണ്, എനിക്കുണ്ടായിരുന്നു ആ സ്നേഹം, ഒരു കാലത്ത് അത് ധാരാളം കിട്ടിയിട്ടുമുണ്ട്, പുള്ളി അങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. ഇനി ഇതെല്ലാം എനിക്ക് പഠിക്കണം, എല്ലാം ശരിയാക്കണം എന്ന് പുള്ളി പറയുകയാണ്. എന്തോ അങ്ങനെ സ്റ്റാൻലി ജോസഫ് പറഞ്ഞപ്പോഴത്തേക്കിന് ബാലചന്ദ്രൻ അത് ചങ്കിൽ കൊണ്ടു. പുള്ളി വല്ലാത്തൊരു ഫീലിങ്ങോടെ, വല്ലാത്തൊരു എക്സ്പ്രഷനോടെ എന്തോ ഇങ്ങനെ ഉള്ളിലിങ്ങനെ പ്രോസസ്സ് ചെയ്യുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ മുഖത്തൂടെ നമുക്ക് മനസ്സിലാവും. എനിക്കതെല്ലാം ഇനി ഒന്നുകൂടി പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ പറയണം, അതൊക്കെ വേണ്ടി വരും. അങ്ങനെ പറയുമ്പോഴത്തേക്കിന് പിന്നെ സ്റ്റാൻലി ജോസഫ് പെട്ടെന്ന് പറയണം, നിങ്ങൾ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടല്ലേ വന്നത്, എന്തെങ്കിലും ഒന്ന് കഴിക്കുക, നമുക്കിവിടെ കുക്കുണ്ട്, അപ്പം നമുക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അവർ കുക്ക് ചെയ്ത് തരും. അയ്യോ എനിക്കൊന്നും വേണ്ട, ഞങ്ങളിതേ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാൻലി ജോസഫ് ഒരു വലിയ മെനു തന്നെ കൊടുക്കുകയാണ്. കോഫി വേണോ, സ്നാക്സ് വേണോ, ടീ വേണോ, എന്തെങ്കിലും, എൻ്റെ വീട്ടിൽ വന്നതല്ലേ, എന്തെങ്കിലും കഴിക്കാതെ പോകരുത് എന്നിങ്ങനെ പുള്ളി പറയാണ്. അപ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ പറയാണ്, ഞാനൊരു ഡ്രൈവറായിട്ട് അലീനയുടെ കൂടെ വന്നതാണ്, പിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ. എന്നിട്ട് പുള്ളി പറയാണ്, ഒരു ഡ്രൈവറിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു ഇത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കിന് സ്റ്റാൻലി ജോസഫ് കുറച്ചുകൂടെ കൂളായിട്ട് ബാലേന്ദ്രൻ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണ്, അങ്ങനെ പറയരുത് മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങളെപ്പോലെ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗസ്റ്റ് ഇത്രയും നാൾ ഈ അടുത്തൊന്നും ഈ വീട്ടിലേക്ക് കടന്നു വന്നിട്ടില്ല. കഴിഞ്ഞോട്ട് ഒരു മിനിസ്റ്റർ വന്നായിരുന്നു, എനിക്കൊന്നും അതത്ര വലിയ പ്രാധാന്യമേ അല്ല, എനിക്ക് നിങ്ങളാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ആതിഥ്യം സ്വീകരിക്കണമെന്ന് പുള്ളി ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കാം, ഈ ഒരു സന്തോഷമുള്ള ദിവസത്തിന് വേണ്ടിയെങ്കിലും എന്ന് പുള്ളി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അലീന പറയാണ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാച്ചാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും, അന്ന് ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കോഫി കുടിച്ചില്ലേ, നമുക്ക് ഇമോഷണലി അടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലേ, ഞാൻ അവളുടെ പപ്പയല്ലേ, നിങ്ങൾ അവളുടെ അച്ഛനല്ലേ, ഞാനവളുടെ പപ്പയാവാൻ പോകുന്നതേ ഉള്ളൂ, നമ്മുടെ ഇടയിൽ ഒരു പാലമുണ്ട്, ഞാൻ നിങ്ങളുടെ ആതിഥ്യമൊന്നും നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓക്കെ എന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ ഇത് പറയുകയാണ്. അതിനുശേഷം അപ്പോഴത്തേന് അലീനയോട് പറയണം, മോളെ നമുക്ക് ലഗേജ് എടുക്കണ്ടേ. അപ്പോഴേക്ക് സ്റ്റാൻലി ജോസഫ് പറയണേ, അതൊക്കെ സാരമില്ല, അതൊക്കെ ആൻ്റപ്പൻ എടുത്തോളും, അതൊക്കെ എവിടെ ഇരിക്കട്ടെ, നിങ്ങളിപ്പം രണ്ടുപേരും അകത്തേക്ക് കയറി വാ, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാൻലി ജോസഫ് അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ അലീന വന്നിട്ട് അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കുകയാണ്. എന്നിട്ട് വായോ എന്നുള്ള രീതിയിൽ മുഖം കൊണ്ടൊരു ഭാവം കാട്ടുകയും ചെയ്തു. എന്നിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ്. മനസ്സോടെയാണ് ബാലചന്ദ്രൻ അകത്തേക്ക് പോകുന്നത്. അത് അയാളുടെ മുഖത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെല്ലാവരും കൂടെ ആ ഡൈനിങ് ടേബിളിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നിറയെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവച്ചേക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ, ഒരുപാട് സാധനങ്ങൾ അവരവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സീനിൽ കാണുമ്പോൾ മനസ്സിലാവും. അവർ രണ്ടുപേരും കൂടി അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയാണ്, മിസ്റ്റർ മേനോൻ ഇരിക്കുക, മോളെ ഇരിക്കുമെന്ന്. അപ്പോഴത്തേന് ബാലേന്ദ്രനും പറയണം. അങ്ങനെ അവർ രണ്ടുപേരും സീറ്റിലിരുന്നു.
ഇവർക്ക് ടീ ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ പൗലോസിനോട് അവർക്ക് ടീ എടുത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പം പുള്ളി രണ്ടുപേർക്ക് ഇങ്ങനെ ചായ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കപ്പം നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയാണ്, ഇത് പൗലോസ്, ഇത് ഇവിടുത്തെ കുക്കാണ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ആയുസ് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കിന് അലീന നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ആ പൗലോസിനെ. ആ പൗലോസായിട്ടും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ തലയാട്ടനുണ്ട്. അപ്പോഴത്തേക്കിന് സ്റ്റാൻലി ജോസഫ് പറയാണ്, നമ്മുടെ ആൻ്റപ്പനെ ഒന്ന് വിളിച്ചെന്ന് പറയുന്നത്. അപ്പോഴത്തേന് പുള്ളിക്കാരൻ ആൻ്റപ്പനെ വിളിക്കുന്നു, ഒപ്പം ബൈജുവിനെയും വിളിക്കാൻ പറയുന്നു. അങ്ങനെ ആൻ്റപ്പനെയും ബൈജുവിനെയും വിളിച്ചു. അന്നേരം മേനോനോട് പറയുന്നുണ്ട്, ചായ കുടിക്കുക. അങ്ങനെ അലീനയും ബാലചന്ദ്രനും ചായ കുടിക്കുന്നുണ്ട്. എങ്കിൽ പോലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആകെ വിഷമത്തോടെ ഒരു പരിഭ്രാന്തമായിട്ടുള്ള ഫേസോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. രണ്ടുപേരുടെയും ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ പുകയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ അലീന ചായ കുടിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ ചായ കുടിച്ചിട്ട് കപ്പ് താഴത്തേക്ക് വെക്കുമ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തേ ഇഷ്ടമായില്ലേ? അപ്പോൾ പുള്ളി പറയുകയാണ്, ഓരോ വീട്ടിലും ചായക്ക് ഓരോ ടേസ്റ്റാണ്, പലർക്കും പല അഭിപ്രായമായിരിക്കും അതിനെ പറ്റിയിട്ട്, പക്ഷെ കോഫിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ആൻ്റപ്പനും ബൈജുവും കൂടി കയറി വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ബിജു എൻ്റെ ഡ്രൈവറാണ്, ഇത് ആൻ്റപ്പൻ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു പുള്ളി എന്നുള്ള കാര്യം. എന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ ഞെട്ടിക്കുന്ന ഒരു രീതിയിൽ പുള്ളി ഒരു തുറന്നു പറച്ചിലൂടെ നടത്തുകയാണ്, ഇത് അലീന എൻ്റെ മോള് എന്നിങ്ങനെ പറയണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ കൂടെ തന്നെ നമ്മുടെ ബാലേന്ദ്രനും അലീനയും ഞെട്ടുന്നുണ്ട്. അവർ തമ്മിൽ ഇങ്ങനെ മുഖാമുഖം നോക്കുകയാണ്. അപ്പോഴത്തേക്കിന് പുള്ളി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു മകൾ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ, എനിക്കും അറിയില്ലായിരുന്നു അതിനെക്കുറിച്ച് എന്നിങ്ങനെ പറഞ്ഞിട്ട് പുള്ളി പറയാണ്, ഇത് ബാലചന്ദ്രൻ മേനോൻ, പാലയിലെ വലിയൊരു ബിസിനസ് മാൻ ആണ് എന്ന് പറയാണ്. ഇദ്ദേഹമാണ് എനിക്കെൻ്റെ മകളെ കാണിച്ചു തന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ആ ഒരു 3 പേരിങ്ങനെ ഞെട്ടുകയാണ്, ഈ പുള്ളി തന്നെ ഈ പറയണേ എന്നുള്ള രീതിയിൽ. അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കിങ്ങനൊരു മകളുണ്ടായി എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് തലയൊന്നും പുകയ്ക്കേണ്ട. എന്നിട്ടിങ്ങനെ പുള്ളി പറയാണ്, ഞാൻ ആഗ്രയിലായിരുന്ന ടൈമിൽ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പെണ്ണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു, അപ്പം അവൾ പ്രസവിച്ച മകളാണ് ഇതെന്ന് ഈ 3 പേരോടും പറയുകയാണ്. എന്നിട്ട് പുള്ളി ബാലേന്ദ്രനോട് പറയാണ്, മേനോൻ കഴിക്കുക, ചായ കുടിക്കുക, അതിൻ്റെ ചൂടാറിപ്പോകും എന്നിങ്ങനെ പറയാണ്. കാരണം മറ്റേ കാര്യം കേട്ടപ്പോഴത്തേന് പുള്ളി ആകെ ഡെസ്പായിട്ട് പുള്ളി ഇങ്ങനെ പെട്ടെന്ന് തലകുനിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം. അലീന ആകെ അമ്പരപ്പൊടി, പുള്ളി ഇതെന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരെയും അലീന ഇങ്ങനെ നോക്കി ആകെ പകച്ചിക്കാണ്. എന്നിട്ട് ഈ 3 പേരോട് നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയാണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എങ്കിൽ നിങ്ങളെന്താ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് നമ്മുടെ സ്റ്റാൻലി ജോസഫ് അലീനയോടും ബാലേന്ദ്രനോടും പറയാണ്, എനിക്ക് അത്രയെങ്കിലും പറഞ്ഞാൽ മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും കൂടെ ചേർന്ന് ഇന്ന് രാത്രിക്കുള്ളിൽ ഇതുവരെ ലോകത്തിൽ കേൾക്കാത്ത പല കഥകൾ ഇവരിങ്ങനെ ഉണ്ടാക്കും എന്ന്. എന്നിട്ട് അലീന ഒരു സംശയം ചോദിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സ്റ്റാൻലി ജോസഫിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഇല്ലേ, അപ്പോൾ അവർ എവിടെയാണ്, അവർ ഈ വീട്ടിലല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഭാര്യ, മക്കൾ, റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്, പക്ഷെ അവരാരും ഈ വീട്ടിലല്ല, അവരൊക്കെ വേറൊരു വീട്ടിലാണ്. ഞാൻ ഇവിടെ ഈ പ്ലാന്റേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ വീട് എന്ന് പുള്ളി പറയണം. എന്നിട്ട് അഞ്ചലിൽ പുള്ളിക്ക് വേറൊരു വീടുണ്ടെന്നും അതിൻ്റെ ഒപ്പം പറഞ്ഞു. അവിടെയാണ് വൈഫും കുട്ടികളും ഒക്കെ താമസിക്കുന്നതെന്ന് പറയണം. എന്നിട്ട് പിന്നെ പെട്ടെന്ന് പുള്ളി അലീനയോട് ഇങ്ങനെ പറയണേ, ധൃതിയൊന്നും വെക്കണ്ട, അവരെല്ലാവരെയും പരിചയപ്പെടേണ്ടി വരും എന്ന് പുള്ളി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ പയ്യെ തലയാട്ടി. അപ്പോഴത്തേനും പുള്ളി പറയാണ്, നിങ്ങൾ ഈ ചായ മാത്രമേ കുടിക്കണുള്ളൂ, ഒന്നും കഴിക്കണില്ല, എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കഴിക്കുക. അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ അലീനോട് പറയാണ്, നീ കേട്ടില്ലേ, ഇവിടെ പാചകത്തിന് ആളുണ്ട്, നീ ഇവിടെ കഴിക്കേണ്ട ജോലി മാത്രം ചെയ്താൽ മതി, അതിപ്പോഴേ മോള് തുടങ്ങിക്കോ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ അലീനോട് പറയാണ്. അപ്പോഴത്തേക്കും സ്റ്റാൻലി ജോസഫ് പറയാണ്, ഇവിടെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ സമയം പോകാനാണെങ്കിൽ TV കാണാം, പാട്ട് കേൾക്കാം, വായിക്കാൻ പുസ്തകങ്ങളുണ്ട്, പിന്നെ എൻ്റെ നായ്ക്കളോട് കൂട്ടുകൂടാം, അവരൊക്കെ വളരെ നല്ലവരും നല്ല സ്നേഹമുള്ളവരാണെന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുകയാണ്. എല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ ആകെ അമ്പരപ്പോടെ, നമ്മളൊരു സാധാ ഒരു സ്ട്രേഞ്ചറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്താണ് നമ്മുടെ ഒരു മാനസികാവസ്ഥ, അപ്പോൾ അതേ രീതിയിൽ ആകെ പെട്ടിങ്ങനെ അലീന എന്തെന്നില്ലാതെ എന്തൊക്കെയോ ആലോചിച്ച് മനസ്സിലിങ്ങനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു എപ്പിസോഡ് അവിടെ തീരുന്നു.